ഒന്നൊന്നര വീഴ്ചയുള്ളത് കൊടുക്കണ്. വണ്ടി വന്നിട്ട് ഇവിടെ മറിഞ്ഞു നോക്കിയത്. എൻ്റെ ദൈവമേ, എനിക്കൊരു ഓഫ് റോഡ് കിട്ടിയ. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പോൾ അതാ പൂനെയിലേക്ക് തിരിച്ചു. ഇവിടുന്ന് നേരെ ഇനി പൂനെയാണ്. പൂനെ കയറില്ല, മുംബൈയാണ്. കാരണം പൂനെ കയറി നമുക്കൊന്നും കാണാനല്ല. ഞാൻ ജസ്റ്റ് മാപ്പിൽ കൊടുത്തപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നേരെ മുംബൈയാണ്. അപ്പോൾ നമുക്ക് എവിടെയാണ് അടുത്ത് സ്റ്റേ കിട്ടുന്നത്? ഒരു 6 മണിയാകുമ്പോഴത്തേന് നമ്മൾ സ്റ്റേ പിടിക്കുന്ന ലെവലിലേക്ക് എവിടെയെങ്കിലും നമ്മൾ കയറും. ഓക്കെ, അതിൽ കൂടുതൽ ഞാൻ ഓടാൻ ഞാൻ നിൽക്കില്ല. അത്രയും റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. നൈറ്റ് ഓടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പോൾ എന്തായാലും ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ ഹബീബ് വ്ളോഗ്സ്. ഓക്കെ ബൈ ഗൈസ്, നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ വണ്ടിയുടെ കോലം കണ്ടില്ലേ? നമ്മളിനി ഇവിടെ നേരെ മുംബൈ. നിങ്ങളാ മല നോക്കി നോക്ക്, എന്നാ ഭംഗിയായി. എൻ്റെ മല അതിൽ ലൈറ്റൊക്കെ ഉണ്ട് സെൻറ്ററിൽ കൂടെ. അവിടെ എന്തോ മുകളിൽ എന്തോ ഉണ്ട് കേട്ടോ. മുകളിൽ എന്തോ കാര്യത്തിലുണ്ട്. എനിക്കാണെങ്കിൽ കാണാനും പറ്റുന്നില്ല. ഇവിടുന്ന് അത്യാവശ്യം നമുക്ക് നല്ല ഓടാൻ കേട്ടോ. എൻ്റെ ഈ റൈഡിൽ ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ കിലോമീറ്റർ കവർ ചെയ്യുന്ന ഒരു ദിവസം എന്നല്ല, അതായത് ഒരു സ്ഥലത്ത് നിന്ന് സ്ഥലത്തോട്ട് ഒരുപാട് കിലോമീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പോണ ഇപ്പോഴത്തെ ഈ റൂട്ടാണ്. അതായത് ബാംഗ്ലൂർ ടു മുംബൈ. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിലൊരു സ്ഥലം കൊടുത്തതാണ് പൂനെ എന്ന് പറഞ്ഞിട്ട്. പൂനെയിൽ കയറാനാണ് വിചാരിച്ചിട്ട് പൂനെയിൽ എത്തൂല. പൂനെയിൽ എത്തണം എന്നുണ്ടെങ്കിൽ രാത്രി 1 മണി എന്നൊക്കെയാണ് കാണിക്കുന്നത്. അതായത് 13 മണിക്കൂറും പിന്നെ ഒരു 3/4 മണിക്കൂറും നമുക്ക് റണ്ണിങ് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു 14 മണിക്കൂർ നമുക്ക് ഓടാണ്ട്. അപ്പോൾ എന്തായാലും അത് ഒരു ദിവസം കൊണ്ട് നടക്കൂല. പകരം അപ്പോൾ ഞങ്ങൾ ഇന്ന് എവിടെയും സ്റ്റേ പിടിക്കും. ഓക്കെ, സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻറ്റ് യൂസ് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. പമ്പിൽ നമുക്ക് ടെൻറ്റ് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അവിടെ നമ്മൾ ടെൻറ്റ് യൂസ് ചെയ്യാനുള്ള പരിപാടിയാണ്. വലിയ ബഡ്ജറ്റും വേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ബഡ്ജറ്റ് എപ്പോഴും നോക്കണം. കാരണം ഒരു വലിയ റൈഡ് പോകുന്ന സമയത്ത് ലാവിഷായിട്ടാണ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മളാകെ പെട്ടുപോകും. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ടെൻറ്റൊക്കെ അടിച്ചൊന്ന് സെറ്റായിട്ടൊക്കെ പോകുന്നത്. പിന്നെ വെറൈറ്റി അല്ലേ ടെൻറ്റൊക്കെ. ഞാൻ ഇന്നേരൊന്നും പമ്പിലൊന്നും പോയിട്ട് ടെൻറ്റ് അടിച്ചിട്ടില്ല. നമുക്ക് നോക്കാമല്ലോ, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമല്ലോ എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളതൊക്കെ. നല്ല കിട്ടില്ല റോഡാട്ടോ, ഒന്നും പറയാനില്ല. ശരിക്കും ലോറിക്കാർക്കും ബസ്സൊക്കെ നല്ല ചവിട്ടി വിടാൻ പറ്റും. ബൈക്ക് അത്ര ചവിട്ടി വിട്ട് കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ, ഇതെന്താണത്? ഒന്നൊന്നര വീഴ്ചയുള്ളത് കൊടുക്കണ്. എൻ്റെ ദൈവമേ. ഞങ്ങളൊരു വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയതാണേ. ഇവിടെ കളഞ്ഞൊരു 1/2 മണിക്കൂർ. നമ്മൾ വീണ്ടും ഹൈവേ കയറി. സംഭവം പുറത്ത് നല്ല തണുപ്പുണ്ട്, ക്ലൈമറ്റ് വലിയ വിഷയമൊന്നുമില്ല. പക്ഷെ വേറെ ചെറിയൊരു പ്രശ്നം. പക്ഷെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ടേ ചൂടെടുക്കുന്നുണ്ട്. പക്ഷെ എന്താ ഈ ഓട്ടോൻ്റെ മുകളിൽ ഇരിക്കുന്നത്? ചെമ്പോ? ഗൈസ്, ഞാൻ ഈ പൂനെന്ന് പറഞ്ഞില്ലേ, പൂനെ നമുക്ക് കയറേണ്ട ആവശ്യമില്ല. മുംബൈ റൂട്ട് വേറെയാണേ. ഞാൻ എപ്പോഴാണ് നോക്കിയത്. നമുക്ക് പൂനെയിൽ കയറേണ്ട ആവശ്യമില്ല. പൂനെയിൽ പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും കാണാനൊന്നുമില്ല. അതാ പിന്നെ അങ്ങോട്ട് കയറാത്തത്. മുംബൈയിൽ നമുക്ക് കാണാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. മുംബൈയിൽ എന്തായാലും ഒരു ദിവസം സ്റ്റേ ഒക്കെ അടിച്ചിട്ടേ പോവുള്ളൂ. ഞാൻ വീഡിയോ ഇടുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് വൈകിട്ട് 5 മണിക്കാണ്. ഈ 5 മണിക്ക് വീഡിയോ ഇടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ 3 ദിവസം വീഡിയോ എടുത്തതിന് ശേഷം 4ാമത്തെ ദിവസം പോലെയാണ് വീഡിയോ ഇട്ട് കൊടുക്കുന്നത്. കാരണം നമുക്ക് കറക്റ്റ് ഡെയിലി വീഡിയോസ് ഉണ്ടാവണ്ടേ.
അപ്പോൾ ആ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാനപ്പോൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇവിടുന്ന് മുംബൈയിലേക്ക് ഓടാനുള്ള കിലോമീറ്റർ അത്യാവശ്യം നല്ല ഉണ്ട്. ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ ഓടി പിടിക്കണില്ല, പകരം നമ്മളെവിടെയെങ്കിലൊക്കെ സ്റ്റേ പിടിക്കുകയാണ്. സ്റ്റേ പിടിച്ചിട്ട് വീണ്ടും റൈഡ് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, നാളേക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാനാണ്. അപ്പോൾ സ്റ്റേ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പെട്രോൾ പമ്പാണ് ഉദ്ദേശിക്കുന്നത്. ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ടെൻറ്റ്, സ്ലീപ്പിംഗ് ബാഗ്, എല്ലാ കാര്യങ്ങളും സെറ്റാണ്. അപ്പോൾ എന്തായാലും അങ്ങനെയാണ് ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ഹിമാലയൻ ഇതാ. ഓക്കെ, ഞങ്ങൾ രണ്ടാളോട് ഇങ്ങനെ ഹൈവേയിലൂടെ പാച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവം വീഡിയോ എടുക്കുന്ന മാതിരി ഒന്നല്ല ഗൈസ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഒരിക്കലും ഇതൊന്നും വീഡിയോയിലൂടെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഒന്നുമില്ല, അതാ വീഡിയോ കഴിഞ്ഞാൽ കഴിഞ്ഞു. പക്ഷെ നിങ്ങളിതൊക്കെ കണ്ണുകൊണ്ട് വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്താണ്ടല്ലോ, അതിലും വലുത് വേറെ ഒന്നുമില്ല. നമ്മൾ വീട്ടിലിരുന്നിട്ട് വീഡിയോ ഇരുന്ന് കണ്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ഇറങ്ങി തിരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണം. ഗൈസ്, ആ കൊച്ചുകളെ വണ്ടിയിലിരിക്കണ നോക്ക്. ഹേ ഗൈസ്, okay, bye, see you later. My പിള്ളേരുടെ ആഗ്രഹം ഒന്നും സാധിക്കാതെ വിടരുത്. ഓക്കെ, ടാറ്റാ. എൻ്റെ ദൈവമേ, ഇത് ഞാൻ പെട്ടോ. ഞാൻ ആ കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റോഡ് ഇറങ്ങിയത്. അവർ പ്ലീസ് 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 പറഞ്ഞിട്ട് ഒക്കെ കാണുമ്പോൾ പിന്നെ എങ്ങനെ, അതായത് പിള്ളേർക്കുണ്ടാവില്ല ആഗ്രഹങ്ങൾ ഒക്കെ സാധിച്ചു കൊടുക്കുക. ഇതൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ്, അതൊക്കെ സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം ഗൈസ്. ഞാനും പണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ വണ്ടിയിൽ ഓരോരുത്തരിങ്ങനെ പോണ സമയത്തൊക്കെ ടാറ്റ കാണിക്കുമായിരുന്നു, ആയിന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ വേറെ വൈബാണ് ഗൈസ്, ഒന്നും പറയാൻ പറ്റില്ല ഒന്നും. പക്ഷെ ഈ റോഡിൽ അമ്പാണ് തയ്ക്കാൻ പറ്റാത്തത്. എനിക്ക് തിരിച്ച ഹൈവേ തന്നെ കയറണം. അയ്യോ, അതൊരു കിണ്ണ അമ്പാണ്. അവിടെ മോനെ തേറ് വഴി. എനിക്കൊരു ഓഫ് റോഡ് കിട്ടിയ നിങ്ങളിതൊന്ന് നോക്കി നോക്ക്. ഒരു വിഷയം വ്യൂ ആണ്. വേറെന്തോ ഒരു എന്താ പറയാ, ഒരു പ്രത്യേക ഭംഗി ഇവിടെ നോക്കാൻ. ആ സൈഡ് നോക്കി നോക്കി, ആ കുന്നുമലയൊക്കെ കണ്ടില്ലേ? വിഷയം ഒന്നും പറയല്ല. അപ്പുറത്ത് വലിയ വലിയ അതൊക്കെ കമ്പനികളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക്. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇറങ്ങുമ്പോഴാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന വണ്ടികളായിക്കോട്ടെ എന്ത് സാധനങ്ങളായിക്കോട്ടെ ഇതിൻ്റെയൊക്കെ വലിയ വലിയ കമ്പനികൾ നമുക്ക് കാണാൻ പറ്റുക. എന്താ റോഡ്, ഇതൊക്കെയാണ് റോഡ്. റോഡിലാണെങ്കിലോ വണ്ടികളൊന്നുമില്ല.
ലോറിക്കാരടക്കം എപ്പോഴെങ്കിലൊക്കെ ഒരു ചീറിപ്പാഞ്ഞ് വരവുണ്ട്. പിന്നെ കാറുകാരുണ്ട്, കാർ ഇങ്ങനെ പാഞ്ഞിട്ട് പോകുന്നല്ലാതെ അടുത്ത് കൂടെ പോലും നിൽക്കില്ല. പക്ഷെ ഒന്നും പറയല്ല, വിഷയം വ്യൂ മാറി രസമൊക്കെ. ആ റോഡും ആ സൈഡിലെ വ്യൂവും കാണാൻ ഒന്നും പറയല്ല, സെറ്റ്. ഞാനത് കണ്ടപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഉണക്കിയതാണ്. വീണ്ടും സെയിം വ്യൂ, സെയിം അല്ല, വ്യത്യാസമുണ്ട്. മലകൾ കണ്ടില്ലേ, കുന്നും ചെരുവ് സംഭവം കൊള്ളാം. അവിടെ അതിൻ്റെ അടിയിലൊക്കെ റോഡൊക്കെ ഉണ്ട് കേട്ടോ. റോഡൊക്കെ വെട്ടി തുടങ്ങി തുരങ്കൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു ട്രെയിനിനൊക്കെ പോകാൻ വേണ്ടിയിട്ട്. സീൻ അത് കറങ്ങുന്നത് വോയിസ് നല്ല രസം കേട്ടോ കാണാനുണ്ട്. അവിടെ എന്തോ സംഭവം ഉണ്ടല്ലോ, എന്താ ഇത് ഇങ്ങനത്തെ സ്ഥലമൊക്കെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്. ഈ പഞ്ചർ ഉണ്ടാക്കിയിട്ട് അയ്യോ അതൊക്കെ കാണുമ്പോൾ പേടിയായിരുന്നു. പഞ്ചർ ആക്കിയിട്ട് നമ്മൾ പൈസ കൊടുത്തിട്ട് അവരെ തൊട്ടിക്കേണ്ടി വരുവേ. അങ്ങനത്തെ ഉടായ്പ പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ. വിഷയം വ്യൂ. ഇതൊന്നും ക്യാമറയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം ഉണ്ടാവും എനിക്കറിയില്ല. പക്ഷെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഗുഡ് ഫീൽ. അങ്ങനെയൊക്കെ നോക്കിയാൽ എനിക്ക് കണ്ണൊന്നും തുറക്കാൻ പോലും വയ്ക്കണില്ല. അത്രത്തോളം ഭംഗിയായിട്ട് എൻ്റെ കണ്ണിൽ കാണുന്നത്. എവിടേക്കാ നോക്കണമെന്ന് അറിയില്ല, 4 പുറം ഭംഗിയായിട്ട് കിടക്കുക ഗൈസ്. നോക്കി നോക്ക്. ഗൈസ് മുംബൈ 790 കിലോമീറ്റർ എല്ലാം കഴിഞ്ഞിട്ടാണ് ക്യാമറ കണ്ടത്. ഓഫാക്കി നിൽക്കുന്ന സമയത്താണ് കറക്റ്റ് അത് വരുന്നത്. മിസ്സായി, നോക്കിയിട്ട് വരില്ല. അപ്പോൾ 790 കിലോമീറ്റർ നമുക്ക് ഓടാണ്ട്. ഇന്നല്ല കേട്ടോ, ഇന്നിപ്പോൾ നമ്മളായിട്ട് പറ്റുന്ന രീതിക്ക് ഓടുള്ളൂ. ബാക്കി നാളെ ഓടുകയുള്ളൂ. നാളെ വൈകുന്നേരത്തിന് എന്തായാലും നമ്മൾ മുംബൈ എത്തും. മുംബൈ പോയിട്ട് നമുക്ക് ഉഷാറാക്കാൻ ഗുയിസ്. മുംബൈയിൽ നമ്മുടെ ദാവൂദ് ഭായിയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ആരൊക്കെ ഉണ്ടല്ലോ അവിടെ. വെയിറ്റ് ചോദിച്ചു, ഞങ്ങൾ ഫുഡ് കഴിക്കണം എന്നൊരു വകുപ്പ് നോക്കട്ടെ. അല്ലാതെ ഹോട്ടൽ കണ്ടാൽ ഫുഡ് കഴിക്കാം. നല്ല വിശക്കുന്നുണ്ട്. സമയം വന്നിട്ട് 5 മണിയായി. നമ്മളൊരു 6 മണി വരെ ഓടാന്നുള്ള മെയിനിലാണ് കേട്ടോ. 6 മണി കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും പമ്പിൽ കയറി ടെൻ്റ് അടിക്കുന്നുണ്ട്. എന്ത് ഭംഗിയാ നോക്കും. ഇത് എന്ത് കൃഷിയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. എന്തൊരു സംഭവമാണ്, എന്ത് സാധനം, ചോളം അങ്ങനെ എന്തോ ആണ്, എനിക്കറിയില്ല. 6 മണിക്ക് ശേഷം ഞാൻ ഓടാൻ സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ വയ്യ. പിന്നെ നൈറ്റ് ഓടുന്നത് ഭയങ്കര ഡേഞ്ചറാണ് 6 മണിക്ക് ശേഷം ഓടൽ. അപ്പോൾ ഇന്നിപ്പോൾ തൽക്കാലം ഇപ്പോൾ ഞങ്ങൾ എന്തായാലും 6 മണി വരെ ഓടണുള്ളൂ. ഇന്ന് കിലോമീറ്റർ വളരെ കുറവാണ് കേട്ടോ ഓടിയിരിക്കുന്നത്. ഇന്ന് 300 കിലോമീറ്ററിൻ്റെ ഉള്ളിലേ ഓടിയിട്ടുള്ളൂ. ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പോൾ ഈ സ്ഥലത്തോട്ട് 300-350 ഉള്ളിലേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ ഓടണ കിലോമീറ്റർ കൂടി കൂട്ടുകയാണെങ്കിൽ. അപ്പോൾ ഇന്നെന്തായാലും ഇത്രേ ഓടണുള്ളൂ. നാളെ ആയിരിക്കും ബാക്കി ഓടുക. ആ ഗൈസ്, ചോളാണ്, ചോളം. ഞാൻ എന്താണ് എനിക്കൊരു പിടിയിട്ടാഞ്ഞിട്ട് കയറുന്നത്. Where GoPro? Pune? Okay. All India Nepal. Thank you. You are from? Kerala. Oh, you are Kerala? Kerala. Traveling to all India trip. All India Nepal trip. Really nice. So I am a new entry to the rider committee. Okay. Any suggestions from you?
with respect to the roads, any preparations? I mean, ഇപ്പോൾ കണ്ടില്ലേ ഐസുകൾ, ഇതാണ് ഇപ്പോൾ നമുക്ക് മഹാരാഷ്ട്രയിലെ ഒരു ഫ്രണ്ടായില്ലേ. നമുക്ക് ഇതേപോലെ നല്ല സുഹൃത്തുക്കൾ കിട്ടും യാത്ര ചെയ്യുമ്പോൾ. ഏറ്റവും നല്ലൊരു മൊമെൻ്റ് എന്ന് പറയുന്നതാണ് ഈ ട്രാവലിംഗ്. അതിൽ നമുക്ക് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും. അതേപോലെ ഒരുപാട് സ്ഥലത്തെ കൾച്ചറുകൾ നമുക്ക് പഠിക്കാൻ പറ്റും, ഒരുപാട് കാഴ്ചകൾ കാണാം. ഇതൊക്കെയാണ് ശരിക്കും ഒരു റൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വണ്ടി വന്നിട്ട് ഇവിടെ മറിഞ്ഞു നോക്കിയത്, എൻ്റെ ദൈവമേ, ആള് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ മറിഞ്ഞിട്ടുള്ളത് അധികം ടൈമായിട്ടില്ല. നമ്മൾ കർണാടകയിൽ തിരുമലക്കുപ്പ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. നമ്മൾ ഒരു പമ്പിൽ വന്നിട്ട് സ്റ്റേ അടിച്ചിരിക്കുകയാണ്. പമ്പിൽ വന്നിട്ട് നമ്മൾ ടെൻ്റ് അടിച്ചിരിക്കുകയാണ്. ഭാരത് പെട്രോളിയം അവർ നമുക്ക് അതിനുള്ള സെറ്റപ്പ് ഒരുക്കി തന്നു. അവരവിടെ മൂന്നാമത്തെ ആളാണ് ഇപ്പോൾ വന്നിട്ട് നമ്മൾ ടെൻ്റ് അടിക്കണമെന്ന് അവർ പറഞ്ഞത്. ഇതിന് മുന്നേ രണ്ടാൾക്കാർ വന്നു, ഒന്ന് ഗുജറാത്ത്, പിന്നെ വേറെ ഏതൊരു സ്ഥലം പറഞ്ഞു. അവരിവിടെ വന്നു. അപ്പോൾ നമ്മൾ കേരളത്തിലുള്ള ആളും ഇവിടെ വന്നിട്ട് ടെൻ്റ് അടിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ വണ്ടി ഇവിടെ സേഫാക്കി പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു സംഭവം ചെയ്തിരിക്കണമെന്ന് പറഞ്ഞാൽ ഡിസ്ക് ലോക്ക് വാങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ റൈഡ് പോകുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക ഈ സാധനം വാങ്ങി വെക്കാൻ. അതാകുമ്പോൾ വണ്ടി മോഷണം പോകുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ഉണ്ടാവില്ല. പൊട്ടിച്ച് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്ന ആളാണെങ്കിൽ അങ്ങനെ പോലും കൊണ്ടുപോകും, അത് വേറെ കാര്യം. പിന്നെ അൺലോക്ക് ചെയ്തു. പിന്നെ സാധനങ്ങളൊക്കെ നമ്മൾ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതൊന്നും പിന്നെ ആർക്കും ഇനി തുറക്കാൻ പറ്റില്ല, അത് വേറെ കാര്യം. പിന്നെ അവൻ്റെ വണ്ടി അത് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ലെവൽ. എന്തായാലും ടെൻ്റ് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മെല്ലെ പോയി സ്ലീപ്പെട്ട കൈസ് പറ്റ ടയർഡാണ്. ഇനിയിപ്പോൾ നാളെ മുംബൈ ഓടിപ്പിടിക്കണം. മുംബൈയിലേക്ക് ഇനി ഇവിടുന്ന് 650 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് രാവിലെ ഒരു 6 മണിക്ക് എണീച്ചാൽ ഒരു 7:30 ആകുമ്പോഴത്തേനും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഫുഡും കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങണം. ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ ഹോട്ടലുണ്ട്, നല്ലൊരു ഹോട്ടലാണ്. അവിടുന്ന് ഫുഡ് ഞങ്ങൾ കഴിച്ചത് ഇപ്പോൾ കുറച്ച് മുന്നേ. അപ്പോൾ എന്തായാലും നാളെ രാവിലെ ഇവിടുന്ന് ഇറങ്ങും. അപ്പോൾ ഗൈസ്, ഗുഡ് നൈറ്റ്.